ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ? കടല വെച്ചിട്ടാണ് കേട്ടോ. നല്ല വെള്ളക്കടല ഉണ്ടല്ലോ, അത് മുട്ട ചേർത്ത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നമുക്കിന്ന് മുട്ട ചേർത്ത് കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ? അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചേരുവകളൊന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഒരു കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരങ്ങളിൽ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ വേറെ ദോശയോ അങ്ങനെ വേറെ ആഹാരങ്ങളൊന്നും വേണ്ട. ഇതും ഒരു കട്ടൻ ചായ മാത്രം മതി. വൈകുന്നേരത്തെ ആഹാരമാകും, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം അത്ര ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കി നോക്കുമ്പോൾ ഇത് മനസ്സിലാവും ഇത് എത്രത്തോളം ഹെൽത്തിയാണെന്ന്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് കേട്ടോ. അത് കഴുകി ഇത് കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലേക്കിട്ട് അതിന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കറിയായിട്ട് വെക്കുന്നതല്ല, അതുകൊണ്ട് വെള്ളം അത്ര കുറച്ചൊഴിച്ചാൽ മതി. അത് ഒഴിച്ചു അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. അത് വേവിച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് വേണ്ടത് ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അല്പം ഉപ്പും കൂടെ ചേർത്താൽ മിക്സ് ചെയ്യുന്നത്. ഇതേ നോക്കൂ, ഞാൻ രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് തോട് അതിലേക്ക് വീണു കേട്ടോ. ഞാൻ ആ തോട് നീക്കം ചെയ്തിട്ടാണ് ഞാൻ മൂന്നാമത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചത്. ആ തോട് മാറ്റി, അല്ല കണ്ടത് കാര്യമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കിടക്കുന്നത്. ആ മൂന്നാമത്തെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒരല്പം ഉപ്പും ചേർത്ത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇത് തയ്യാറാക്കുന്ന വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഞാൻ ഒരു 3 സവാളയാണ്, മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അത് ദേ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തു. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ സവാളയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കുക എന്ന് പറഞ്ഞാൽ സവാള നന്നായിട്ട് കുഴഞ്ഞു വരികയോ വറുത്ത് കോരി എടുക്കുകയോ അല്ല. സവാള വെന്ത് അതിൻ്റെ ആ പച്ച മണം മാറി വരിക എന്നാണ്. അങ്ങനെ മാറി വരണം. അത് പകുതി ആകുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 തക്കാളി, വലുതാണെങ്കിൽ 2 മതി, ചെറുതാണെങ്കിൽ 3 തക്കാളി, അതും കൂടെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ഘട്ടത്തിലേക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചെയ്യണം. കാരണം തക്കാളിയുടെ നീര് വരും, സവാളയുടെ നീര് വന്ന് ഇത് കുഴയാതെ ഇത് വരണം. കാരണം നമ്മൾ ഗ്രേവിയായിട്ട് തയ്യാറാക്കുന്നത് അല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ നന്നായിട്ട് തക്കാളിയും സവാളയും കൂടെ മിക്സായി വരുന്ന സമയത്തേക്ക് നമ്മുടെ കുക്കറിലിരിക്കുന്ന സാധനം വെന്തിട്ടുണ്ടാകും. വെന്തതേ ഏറെ പോയിരിക്കുകയാണ്. നമുക്കിനി ഇതിനെയാണ് എടുക്കേണ്ടത്. ഇത് ഈ പരുവത്തിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആ വെന്തിരിക്കുന്ന കടല തട്ടി കൊടുക്കാം. ഞാനിപ്പോൾ വേവിച്ചെടുത്തപ്പോൾ കടലയിൽ വെള്ളമില്ല, കറക്റ്റ് വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്. ഒട്ടും ഗ്രേവി വന്നിട്ടില്ല. അത് ചേർത്തിട്ട് നമുക്ക് കടലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കാരണം സവാളയിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, കടലയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഇനി ഈ ഘട്ടത്തിൽ ഉപ്പ് ചേർക്കണ്ട. നമ്മൾ ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് കടലയും സവാളയും തക്കാളിയായിട്ടൊക്കെ മിക്സായി വരണം. മിക്സായി വന്നതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എപ്പോഴും ചേർത്താലും നല്ല മണമാണല്ലോ, അതുകൊണ്ട്. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി ചേർക്കണം. ഒരു കാരണവശാലും ഫ്ലെയിം കുറച്ച് വെക്കരുത്. കാരണം മുട്ട ചേർക്കുമ്പോൾ മുട്ട പെട്ടെന്ന് ഈ കടലയുമായി വെന്ത് ചേർന്ന് പൊടിയണം. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നത്. കൂട്ടി വെച്ചിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നില്ലേ? എനിക്കും തോന്നി. ചെയ്തു വന്നപ്പോഴാണ് പാത്രം കുറച്ച് ചെറുതായിട്ട് തോന്നിയത്. കുറച്ചുകൂടെ വലിയ പാത്രമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് തോന്നി. എന്നിട്ട് ആ മുട്ടയൊന്ന് വെന്ത് റെഡിയാവാൻ 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി അത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സായി എന്ന് വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഇനിയാണ് ഇതിൻ്റെ മസാലകൾ നമ്മൾ ചേർക്കുന്നത്. മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ എരിവിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കുക.
പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ അല്പം ഉലുവാപ്പൊടി ചേർക്കുക, ഗരം മസാലപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതുമായിട്ട് പച്ചമണം മാറ്റി ഇളക്കി ചേർത്ത് യോജിപ്പിക്കണം. ഇവയെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം അപ്പോഴത്തേക്ക് ഇത് ഏകദേശം നല്ല പരുവായി വരും. നമ്മുടെ റോസ്റ്റ് റെഡിയായി വരികയാണ്. ആ കളറൊക്കെ ആ കടലയിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി. അടച്ചു വെക്കാതെ തന്നെ നമ്മളിത് ഇളക്കി ഇളക്കി അതിനെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അടച്ചു വെക്കരുത്. എന്ത് മിക്സായി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് അരിഞ്ഞ മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ മുട്ട ചേർന്ന കടല റോസ്റ്റ് ഇതേ റെഡിയായി കഴിഞ്ഞു. എന്ത് മണമാണെന്നറിയാമോ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക്. നല്ല ടേസ്റ്റിയാണെന്ന് നമുക്ക് ആ മണം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ. ഇതെടുത്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഒരു കട്ടൻ ചായയും കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് കഴിച്ച് നോക്കിയേ. എന്ത് ടേസ്റ്റിയായിട്ട് കഴിക്കാമെന്ന്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതും കട്ടൻ ചായയും മാത്രം മതി. കാരണം കടലയാണ്, നല്ല ഹെൽത്തിയായ ഐറ്റമാണത്. അപ്പോൾ പിന്നെ വേറൊന്നിൻ്റെ ആവശ്യത്തിനോടൊപ്പം വരുന്നില്ല. മുട്ടയും കൂടെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ മണവും അതാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇത് ഇഷ്ടം പോലെ കഴിച്ചോളും. എങ്ങനെയുണ്ട് എൻ്റെ ഈ വീഡിയോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് അഭിപ്രായമുണ്ടെങ്കിൽ അറിയിക്കണേ. ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും.